എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരെ മീററ്റിൽ നിന്ന് കേരളത്തിൽ പോരാണ് കേട്ടോ. ഇപ്പോൾ സ്കൂൾ വെക്കേഷനല്ലേ, അപ്പം നമുക്കൊരു 1.5 മാസത്തെ ലീവുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ പോരുന്നു. വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ അവിടുന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി 4 മണിയായപ്പോൾ ഇറങ്ങി. ട്രെയിൻ എനിക്ക് തോന്നുന്നു 6 മണി ആ സമയമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയപ്പോഴത്തേനും നിറയെ മലയാളികൾ, ട്രെയിന് ഫുള്ളും മലയാളികളായിരുന്നു. എല്ലാവരും നാട്ടിൽ വരുന്നതിൻ്റെ ആ ഒരു തിരക്ക്. മലയാളി അല്ലാതെ അതിനകത്ത് ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ എന്താ തൃശ്ശൂർ ബോർഡെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് നേരെ തൃശ്ശൂർ ഇറങ്ങി, നാട്ടിലിറങ്ങിയില്ല. നമ്മൾ കൊല്ലമാണല്ലോ, പക്ഷേ കൊല്ലത്തിറങ്ങിയില്ല, തൃശ്ശൂർ ഇറങ്ങി. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാമെന്ന് വിചാരിച്ച് തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ ഗുരുവായൂർക്ക് പോയി. കുഞ്ഞിനെ തൊഴിയിക്കാന്നൊരു നേർച്ചയുണ്ടായിരുന്നു. നിറയെ ആളെന്ന് പറഞ്ഞാലും പോരാ, ഒരു 3 വരി ക്യൂ നിന്ന് രാവിലെ ഒരു 6-7 മണി ആയപ്പം അവിടെ പോയതാണ്. ഉച്ചയ്ക്കൊരു 1-2 മണിയാണൊക്കെയാണ് നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങിയത്. അത്രയും തിരക്കായിരുന്നു. നമ്മളന്ന് വൈകിട്ട് പോയിട്ട് ഉള്ളിൽ കയറാൻ നോക്കി കേട്ടോ, പക്ഷേ നന്നേ സമയം പോയത് കൊണ്ടിട്ട് കയറാൻ പറ്റില്ല. ഇത് നമ്മൾ രാത്രി വന്നിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും പോയതാണ്. അപ്പോൾ ആളുണ്ടെങ്കിലും ആ ക്യൂ ക്ലോസ് ചെയ്തു. അത് കാരണം കൊണ്ട് നമുക്ക് ചുറ്റമ്പലത്തിൽ കയറി തൊഴാനേ സാധിച്ചുള്ളൂ. ഞാനൊരു 2ാമത്തെ തവണയാണ്, കുട്ടിയായിരിക്കുമ്പോഴാണ് ഗുരുവായൂർ വരുന്നത്. അതിന് ശേഷം ഇപ്പോഴാട്ടോ വരുന്നത്. നല്ല തിരക്കെന്ന് പറഞ്ഞാലും പോരാ, നല്ല തിരക്ക്. വെക്കേഷന് പിന്നെ നമ്മൾ പോയതൊരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ വ്യാഴാഴ്ചയുടെ തിരക്ക് അങ്ങനെ നിറയെ തിരക്കായിട്ട് നല്ലോണം ആളുണ്ടായിരുന്നു. കല്യാണങ്ങളൊക്കെ കണ്ടു കേട്ടോ. കുട്ടിയായിരിക്കുമ്പം കണ്ടതാണ്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. മണ്ഡപത്തിലെ കല്യാണം, പിന്നെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അന്നദാനം ഒന്നും കഴിക്കാൻ നിന്നില്ല, അതിൽ നിറയെ ക്യൂ ആയിരുന്നു. പിന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം തന്നെ ഹോട്ടലുകളൊക്കെ അവധിയായിരുന്നു. പിന്നെ ദൂരമൊക്കെ പോയിട്ടാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചത്. ഇവിടെ നാട്ടിലും അങ്ങനെ ഹോട്ടലൊക്കെ പൂട്ടിയിട്ട് ഫുഡിന് പ്രശ്നമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കല്യാണം നടക്കുന്ന മണ്ഡപമൊക്കെ. ഗുരുവായൂർ മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ടാവൂലേ. ഇതാണ് ഫ്രണ്ട്. നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. നന്നേ തളർന്നിരുന്നു. അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എന്തോ ഒരു അതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അതിനുശേഷം പിന്നീടാണ് അച്ഛനും മക്കളും എല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നത്. പിന്നെ നിറയെ കടകളുണ്ട്, സൈഡിലൊക്കെ ആയിട്ട് നിറയെ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കുട്ടികൾക്ക് മാലയും എനിക്ക് കമ്മലും പിന്നെന്താ നാട്ടിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാനും കുറച്ച് ഗുരുവായൂർ പപ്പടവും അങ്ങനെയൊക്കെ വാങ്ങി. പിന്നെ ഒരു സെറ്റിൻ്റെ സാരി വാങ്ങിയിരുന്നു. റേറ്റ് കുറച്ചൊരു റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മളിവിടെ ഒന്നും അത്രയില്ല. പിന്നെ നിറയെ കുട്ടികളുടെ ഈ ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ട്, നിറയെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിറയെ കടകളായിരുന്നു, നിറയെ 2 സൈഡ് ഫുള്ളും ഇങ്ങനെ കടകളൊക്കെ ആയിട്ട്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ യൂട്യൂബിലങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു മോതിരമൊക്കെ വാങ്ങി ഗുരുവായൂരപ്പൻ്റെ. എൻ്റെ കുട്ടിയും മോതിരം വാങ്ങി, മോളും മോതിരം വാങ്ങി. അങ്ങനെ പിന്നീട് നമ്മൾ അവിടുന്ന് ബസ്സിന് പോരുമായിരുന്നു. അങ്ങനെ അതൊന്നും വീഡിയോ എടുക്കാൻ ഒത്തില്ല. നമ്മുടെ കയ്യിൽ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കണം, അവളുടെ വഴക്ക് വേറെ, പിന്നെ പോകുന്ന ക്ഷീണം, യാത്രയുടെ ക്ഷീണം, അങ്ങനെയൊക്കെ ആയിട്ട് ഇതേ ഒരു മാല മോൾക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു അവിടുത്തെ കടകൾ. കൊടക്കി കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട്. കുട്ടികളുടെ ഉടുപ്പ് കണ്ട് നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഗുരുവായൂർ ദർശനമൊക്കെ നടത്തി. ഇത്തവണ നമ്മൾ പോരുമ്പം ഗുരുവായൂർ, അതുപോലെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് സ്വാമി അയ്യപ്പൻ്റെ അടുത്ത് ശബരിമലയിൽ കൊണ്ടുപോകണം, മുരുകൻ്റെ അടുത്ത് പോകണം, പഴനിക്ക് കുഞ്ഞുങ്ങളെ മുട്ടയടിക്കാൻ. അങ്ങനെ ഫുൾ ഭക്തിസാന്ദ്രമായ ട്രിപ്പിനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ പപ്പടമൊക്കെ വാങ്ങി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേനും തന്നെ ഏകദേശം രാത്രിയായി കേട്ടോ. 1 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്ന് കയറുന്നത്. ഇപ്പോൾ ഇത് വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1-2 ആഴ്ചകളായി നമ്മുടെ ഈ പോയി വന്നത്. ഇതുവരേക്കും ഇവിടെ വന്ന് നമ്മളൊന്ന് സെറ്റായി വരുന്നതൊക്കെ ഉള്ളൂ. വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയപരിമിതി കൊണ്ടാണ്. ഇത് എൻ്റെ കുഞ്ഞുങ്ങളെ പ്രോഗ്രാമിന് പോകുന്ന കുട്ടികളാണ്. എന്ത് ചന്തമാണ് കാണാനല്ലേ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളത് കാര്യങ്ങൾ കാണുമ്പോൾ ഒരു വൈബാണ്. പിന്നെ ക്യൂ നിന്ന് നമ്മുടെ ക്ഷമ നശിച്ചു എന്നുള്ളതാണ് ഉള്ളൊരു പ്രശ്നം. അത് ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ്. എന്നാൽ അല്ലാണ്ടുള്ള ടൈമും ഉണ്ട്. അധികം തിരക്കില്ലാത്ത സമയത്ത് പോകുന്നതാണ് കുറേ കൂടെ നല്ലത്. ഇത് ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. നമ്മൾ നീട്ടി വെച്ചാൽ ഇനി അത് പിന്നീട് മുടങ്ങും. അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇറങ്ങിയത്. അങ്ങനെ ഇവിടെ നിന്നാണ് ഞാനൊരു സാരി എടുത്തത്. ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളത്.
കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. അങ്ങനെ പിന്നെ തിരിച്ച് ഹോട്ടലിൽ വന്നു. അവിടുത്തെ ഒരു സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ തിരിച്ചു പോന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.